ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ ബേക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതൊരു ഈസി ആയിട്ടുള്ളൊരു ആപ്പിൾ വൈനിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതും നമുക്ക് 3 ദിവസം കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ആപ്പിൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ തന്നെ കറുകപ്പട്ട, 1 കപ്പ് ഷുഗർ, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി ഒരു പാത്രത്തിലേക്ക് മൂടി വെച്ച് 3 ദിവസത്തേക്ക് മാറ്റി വെക്കണം. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 3 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം ആദ്യം തന്നെ. അതിനുശേഷം ഒരു തുണിയിലേക്കിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞും കൂടി എടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ വൈനിൻ്റെ എല്ലാ അംശങ്ങളും ഈ ആപ്പിളിൻ്റെ കഷ്ണങ്ങളിൽ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കളയാതെ നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിങ്ങനെ എടുക്കണം കേട്ടോ. ഇനി കുറച്ച് മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒരു തുണിയിലിട്ടൊന്ന് ഇതിനെ അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ച് ഇതിനെ ഇനിയും ഊറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ കളറ്. ഇപ്പം തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിരിക്കും തോറും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതിവിടെ കാണുന്നത് 4 ആഴ്ച കഴിഞ്ഞ വൈനാണ്. കണ്ടില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വൈൻ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ.